പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് വേവ് തിയറി ഓഫ് ലൈറ്റ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പറഞ്ഞിരുന്നു. അതിൽ എനർജിയുടെ ക്വാണ്ടൈസേഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് സ്പെക്ട്രം എന്നുള്ളത് കണ്ടിന്യൂസ് സ്പെക്ട്രവും ലൈൻ സ്പെക്ട്രവും പറഞ്ഞു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ക്ലാസ്സിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ദെൻ കുറച്ച് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ്. എന്തായിരുന്നു റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ്? എന്തായിരുന്നു? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം, അതേപോലെ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ആറ്റം മോഡൽ ബോർ ആറ്റം മോഡൽ വരുന്നത്. ഈ ബോർ ആറ്റം മോഡൽ ശരിക്കും പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജിയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് എനർജി കണ്ടിന്യൂസ് ആയിട്ടല്ല കൊടുക്കുന്നത്, ദെൻ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. ആ ഒരു ബേസിലാണ് ഈ തിയറി വരുന്നത്, അല്ലെങ്കിൽ ദെൻ ബോർ ആറ്റം മോഡൽ വരുന്നത്. നമ്മൾ നേരത്തെ ആറ്റം മോഡൽ പഠിച്ചിരുന്നു, ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ. അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതേപോലെ റുദർഫോർഡ് ആറ്റം മോഡലിൽ നമ്മൾ അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു. അതേപോലെ ഇനി നമ്മൾ പഠിക്കുന്നത് ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എന്താണ് ബോർ ആറ്റം മോഡൽ എന്നുള്ളത്? നോക്കൂ, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം വായിച്ചു നോക്കൂ. എന്താ ബോർ മോഡൽ പറയുന്നത്? ഇത് ശരിക്കും ബോറാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അതേപോലെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നോക്കിയേക്ക് ഫസ്റ്റ് എന്താ പറയുന്നത്? ദ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് ഓഫ് എന്താണ് ഫിക്സഡ് റേഡിയസ് ആൻഡ് എനർജി. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് ഫിക്സഡ് എനർജി ഫിക്സഡ് റേഡിയസ് ഉള്ള പാത്തിലൂടെയാണ്. ദെൻ ദീസ് പാത്സ് ആർ കോൾഡ് ഓർബിറ്റ്സ് or stationary state or allowed energy states. Stationary states or allowed energy states. These orbits are arranged concentrically around the nucleus. അത് ന്യൂക്ലിയസിന് ചുറ്റും കോൺസെൻട്രിക്കൽ റൗണ്ടിൽ സർക്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏത്? ഓർബിറ്റ്സ്. അപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എങ്ങനെ പറയാം? Electrons are revolving around the nucleus in fixed selected circular path of definite energy and definite radius. അതിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ് ഓർ എന്താ പറഞ്ഞത്? ഓർബിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? അത് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്നത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ആ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ എനർജിയിൽ മാറ്റല്ല. ദെൻ ഒന്നാമത് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്നത് സർക്കുലർ പാത്തിലാണ്. രണ്ടാമത് പറയുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇനി നമ്മൾ പറയുന്നുണ്ട്, ഇതിൽ പറയുന്നുണ്ട് വെൻ ആൻ ഇലക്ട്രോൺ അബ്സോർബ് എനർജി ദാറ്റ് ഇലക്ട്രോൺ ജംപ്സ് ടു ഹയർ എനർജി ലെവൽ. അടുത്ത ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോവാം. അതേപോലെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് താഴെ ലെവലിലേക്കും വരാം. എന്തായാലും എഴുതിയ എന്താ? however when an electron absorb energy it will move away from the nucleus, that is higher energy ലെവലിലേക്ക് പോകും. and when it loses energy it will move towards the nucleus, that is lower energy level. താഴെ എനർജി ലെവലിലേക്ക് വരും. അപ്പൊ എന്താ പറഞ്ഞ എന്താ? രണ്ടാമത് എന്താ? എനർജി ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. മനസ്സിലായില്ലേ? അത് ഇനി അടുത്ത പോസ്റ്റ്ലേറ്റ് കൊടുക്കുന്നത് മൂന്നാമത് പറയുന്നത് ദെൻ നോക്കൂ, ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് or emitted when transition occurs between two energy state that differ by energy delta E is given by എന്താണ്? nu is equal to delta E by h. എങ്ങനെ കൊടുത്താൽ എന്താണ്? ഒന്നാമത്തെ എനർജി E1 ഉം രണ്ടാമത്തെ E2 ആണെങ്കിൽ ദെൻ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ദെൻ ജമ്പ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എത്ര അബ്സോർബ് ചെയ്യണം? E2 മൈനസ് E1 അബ്സോർബ് ചെയ്യണം. അപ്പോൾ ദെൻ അന്നേരം എനർജി അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ റേഡിയേഷൻ അബ്സോർബ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത്ര എനർജി എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അത് ദെൻ എനർജി റിലീസ് ചെയ്യുന്നതും എനർജി അബ്സോർബ് ചെയ്യുന്നതും റേഡിയേഷന്റെ രൂപത്തിൽ അവിടെ നമ്മൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. അപ്പൊ നമുക്ക് E2 മൈനസ് E1 കൊടുക്കാം.
or nu is equal to E2 minus E1 divided by എന്താണ് H or delta E divided by H. അതാണ് അവിടെ കൊടുത്തത്. E1 and E2 are energies of lower and higher allowed energy state respectively. Then this expression is commonly known as Bohr frequency rule. അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് frequency of radiation emitted or absorbed during transition of electron from one level to another level nu is equal to delta E by H. ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, അടുത്ത പോസ്റ്റുലേറ്റ് എന്താ നോക്കാം. എന്താ ഉള്ളത്? ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് കോണ്ടൈസ്ഡ്. എന്താ ആംഗുലർ മൊമെന്റം കോണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിന്റെ ആംഗുലർ മൊമെന്റം ഒരു പർട്ടിക്കുലർ വാല്യൂന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതൊരു ഡെഫിനിറ്റ് വാല്യൂസേ ഉണ്ടാവുള്ളൂ, ഏതെങ്കിലും നമുക്ക് കിട്ടൂല. അവിടെ നോക്കൂ, ഇറ്റ് ഈസ് ഗിവൺ ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എൻ ഇക്വേഷൻ. ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷന് MVR എന്നാണ്. നിങ്ങളത് ഫിസിക്സിൽ പഠിക്കും. റൊട്ടേഷൻ മോഷനിലുള്ള മൊമെന്റം ആംഗുലർ മൊമെന്റം, മാസ്, വെലോസിറ്റി, റേഡിയസ്, then that is equal to NH by 2π. അതായത് 2π എന്നുള്ളതാണ് then ഒക്കെ ആംഗുലർ മൊമെന്റത്തിന്റെ സ്മോളസ്റ്റ് വാല്യൂ. അതിനെ നമ്മൾ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 2 3 3 4 5 6 അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ആംഗുലർ മൊമെന്റം. സോ ആംഗുലർ മൊമെന്റം ഈസ് കോണ്ടൈസ്ഡ്. NH by 2π മൾട്ടിപ്ലൈ ഉണ്ടാവുള്ളൂ എന്ന്. n ഈക്വൽ ടു 1 2 3 എക്സെട്ര. m എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ, v വെലോസിറ്റി, ആൻഡ് r ഈസ് ദി റേഡിയസ് ഓഫ് ഓർബിറ്റ് ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് മൂവിങ്. ക്ലിയർ അല്ലേ അത്? അപ്പൊ ഇതാണ് ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ്. എന്തൊക്കെയാണ് ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ്? എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത് എന്താണ്? കാണാതെ പഠിക്ക്, പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലർ പാത്ത് ഓഫ് ഡെഫിനിറ്റ് എനർജി ആൻഡ് റേഡിയസ് കാൾഡ് ഓർബിറ്റ്സ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്, അല്ലെങ്കിൽ അലൗഡ് എനർജി സ്റ്റേറ്റ്. രണ്ടാമത്, ദെൻ എനർജി ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഇത് തന്നെ പറയാം, when an electron absorb energy it will jumps to higher energy level, or when an electron emits energy it will come back to lower energy level. മൂന്നാമത്തത്, then the frequency of radiation emitted or absorbed during a transition of electron then okay nu is equal to delta E by H. മനസ്സിലാവുന്നില്ലേ ഇത്? നാലാമത്തത്, ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ MVR ഈക്വൽ ടു NH by 2π. n 1 2 3 അല്ലെങ്കിൽ ആംഗുലർ മൊമെന്റം ഒരു കോണ്ടൈസ്ഡ് ആണ്. ആംഗുലർ മൊമെന്റം ഒക്കെ ഫിസിക്സിൽ പഠിക്കൂട്ടോ. MVR എന്നുള്ളത് NH by 2π, n 1 2 3 എക്സെട്ര. മനസ്സിലായില്ലേ അത്? ഇത്രയാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്. നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമിന് ചോദിക്കുന്ന. ഒന്നാമത് പറഞ്ഞത്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന നിശ്ചിത പാതകളെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. രണ്ടാമത്, ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനർജിയിൽ ലോസും ഇല്ല ഗെയിനും ഇല്ല. ദെൻ അബ്സോർബ് ചെയ്താൽ മുകളിലേക്ക് പോവും, അടുത്ത എനർജി ലെവലിലേക്ക് അല്ലെങ്കിൽ അടുത്തതിലേക്ക്. ദെൻ ഇനി എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എനർജി ലെവലിലേക്ക് വരും. ഇനി അങ്ങനെ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ അത് ജമ്പിങ് അല്ലെങ്കിൽ ദെൻ ഹയർ എനർജി ലെവലിലേക്ക് പോകും, അല്ലെങ്കിൽ ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ ആ എനർജി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് ദെൻ E2 മൈനസ് E1 by H വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് കോണ്ടൈസ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് ഈ ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അത് നോക്കാം നമുക്ക്. ഓരോരോ പോയിന്റുകളായിട്ട് പഠിച്ചു വെക്കണം നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ പറഞ്ഞറിയാം? ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിന് നമ്മൾ 1 2 3 എന്നുള്ള നമ്പേഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കെ ഷെൽ അങ്ങനെ എൽ ഷെൽ അങ്ങനെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റിന് നമ്പർ ചെയ്യുന്നത് 1 2 3 എന്നുള്ളത്. ദീസ് ഇന്റഗ്രൽ നമ്പേഴ്സ് ആർ നോൺ ആസ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമുക്ക് വരുന്നുണ്ട്, നമ്മൾ അടുത്ത ആറ്റം മോഡലിൽ നമ്മളത് പഠിക്കും. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തെ, ദ റേഡിയൈ ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്. ഹൈഡ്രജൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? Rn ഈക്വൽ ടു A0 ഇൻറ്റു n സ്ക്വയർ എന്നാണ്, അല്ലെങ്കിൽ n സ്ക്വയർ ഇൻറ്റു A0. ഓക്കെ, അപ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര? A0 എത്ര കിട്ടുന്നത്? 52.9. അപ്പൊ അങ്ങനെയാണെങ്കിൽ A0യുടെ വാല്യൂ എത്രയാണ്? 52.9. ഇതെന്താ സാധനം? എന്താണ് 52.9? പൈക്കോമീറ്റർ. നോക്കൂ, ഇത് റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് കാണണമെങ്കിൽ R1 ഈക്വൽ ടു എന്ത് എഴുതാൽ മതി? A0 52.9 പൈക്കോമീറ്റർ ഇൻറ്റു 1 സ്ക്വയർ. ഒന്നാമത്തെ, സോ 1 സ്ക്വയർ 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 52.9
പൈക്കോമീറ്റർ എന്ന് കിട്ടും. R2 ഈക്വൽ ടു സെക്കൻഡ് ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ്? 52.9 പൈക്കോമീറ്റർ ഇൻറ്റു 2 സ്ക്വയർ, ദെൻ 4 ഇൻറ്റു ഈ വാല്യൂ കിട്ടും. മനസ്സിലാവുന്നില്ലേ അത്? അപ്പൊ 52.9 എന്നുള്ളത് ഫസ്റ്റ് ഓർബിറ്റ്, ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്. അതിനെ പറയുന്ന പേരാണ് ബോർ ഓർബിറ്റ് അല്ലെങ്കിൽ ബോർ റേഡിയസ് എന്നൊക്കെ പറയും. നോക്കൂ, ദാറ്റ്സ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ദെൻ കോൾഡ് ബോർ ഓർബിറ്റ് ഈസ് എത്രയാണ്? 52.9 picometer. Normally, the electron in the hydrogen atom is found in this orbit, n equal to 1. As n increases, the value of R increases. Second ആണെങ്കിൽ 2 square കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. സോ ഇത് കാണാതെ പഠിക്കണം. R n equal to A0 ഇൻറ്റു എന്താ കിട്ടിയത്? n സ്ക്വയർ. ക്ലിയർ അല്ലേ ഇത്? അടുത്തത് നോക്കൂ. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഈസ് ഗിവൺ ബൈ ഹൈഡ്രജൻ ആറ്റത്തിൽ En ഈക്വൽ ടു മൈനസ് RH ഇൻറ്റു 1/n സ്ക്വയർ. മൈനസ് RH ഇൻറ്റു 1/n സ്ക്വയർ. RH എന്നുള്ളതിനെ പറയുന്ന പേര് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. എത്ര അതിന്റെ വാല്യൂ എത്രയാണ്? 2.18 ഇൻറ്റു 10⁻18 ജൂൾസ് എന്നാണ് കിട്ടിയത്. 10⁻−18 ജൂൾസ്. 2.18 ഇൻറ്റു 10⁻−18 ജൂൾസ് ആണത്. ഈ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വേറൊന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അത് സെന്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ ആണ്. അത് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പറഞ്ഞാണ്. നമ്മൾ ഇതിൽ അത് എത്തുന്നുണ്ട്. പക്ഷെ ഇത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് വേറെ വാല്യൂ ആണ്. ഇത് എനർജിയുടെ ഇക്വേഷനിൽ വരുന്നത് 2.18 ഇൻറ്റു 10⁻−18 ജൂൾസ്. RH റിഡ്ബർഗ് കോൺസ്റ്റന്റ്. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ, ഇതും കാണാതെ പഠിക്കട്ടെ. ഇക്വേഷൻ പലപ്പോഴും ആവശ്യം വരുന്നതാ, ഒബ്ജക്റ്റീവ് എക്സാമിനേഷനൊക്കെ ആവശ്യം വരുന്ന. അപ്പൊ E1 ഈക്വൽ ടു എത്ര നമ്മൾ എഴുതുക? -2.18 ഇൻറ്റു 10⁻−18 1/1 സ്ക്വയർ ജൂൾ. ഇങ്ങനല്ലേ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ E2 ഈക്വൽ ടു എന്താ കിട്ടുക? പറ. -2.18 ഇൻറ്റു 10⁻−18 ഇൻറ്റു 1/2 സ്ക്വയർ. എത്ര? 2 സ്ക്വയർ എത്രയാണ്? 4. 1/2 സ്ക്വയർ 4 അല്ല, ശരിയല്ലേ ഇത്? ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ E3 ഈക്വൽ ടു എത്ര ഉണ്ടാവുക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ഉണ്ടാവുക? വേണമെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കല്ലോ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ പറ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈനസ് ദെൻ എത്ര ഉണ്ടാവുക? 5 പിന്നെ 4 ഇൻറ്റു 10 ഞാൻ റൗണ്ട് ചെയ്ത് എഴുതാം. 10⁻−18 ജൂൾ. ഇത് 4 ആണ്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 0.54 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ E3 ഈക്വൽ ടു എന്താ പറ? -2.18 ഇൻറ്റു 10⁻−18 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ ഇൻറ്റു 1/3 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 9 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ദെൻ 0.2 18 അല്ലേ കിട്ടിയത്. പിന്നെ 38 എത്ര കിട്ടും? പറ. 38 എത്ര ഉണ്ടാവും? 18 ദെൻ ഓക്കെ 27 എത്ര കിട്ടുക? 36. അപ്പോൾ എത്ര കിട്ടുക? 4 ദെൻ ഓക്കെ ഇവിടെ എത്ര കിട്ടുക? 38. ഓക്കെ, ദെൻ ഇനി ഇൻറ്റു 10⁻−18 ജൂൾ. ഇനി E4 നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, E5 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കൂ, ഇവിടെ E1ഉം E2 തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നിങ്ങൾ. E1 -2.18 -0.54 നല്ല വ്യത്യാസമുണ്ട് ശരിക്കും. പക്ഷേ അടുത്ത രണ്ടും കൂടി തമ്മിലുള്ള വ്യത്യാസം നോക്കൂ, ഡിഫറൻസ് കുറഞ്ഞില്ല. അടുത്തതാണെങ്കിൽ വീണ്ടും ഡിഫറൻസ് കുറയും. അടുത്ത രണ്ട് ലെവലും തമ്മിൽ. ഫസ്റ്റ് രണ്ട് ഓർബിറ്റ് തമ്മിലുള്ള വ്യത്യാസം, എനർജി ഡിഫറൻസ് ഉണ്ടോ? സെക്കൻഡും തേർഡും തമ്മിൽ ഇല്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും E3 E4 ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതേപോലെ കിട്ടും. അപ്പൊ നമ്മൾ ഇക്വേഷൻ കാണാതെ പഠിക്ക്. En ഈക്വൽ ടു -RH ഇൻറ്റു 1/n സ്ക്വയർ. നേരത്തെ Rn ഈക്വൽ ടു എന്തായിരുന്നു? A0 ഇൻറ്റു n സ്ക്വയർ. കാണാതെ പഠിക്കട്ടോ ഈ രണ്ട് ഇക്വേഷനും. ഓക്കെ, അടുത്തത് നമ്മൾ ഇലക്ട്രോണിന്റെ എനർജി എങ്ങനെ നെഗറ്റീവ് കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ന്യൂക്ലിയസ്ന്ന് ഇൻഫിനിറ്റ് അകലുള്ള ഒരു ഇലക്ട്രോൺ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അട്രാക്ഷനോ റിപ്പൾഷനോ ഒക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ദെൻ അന്നേരം അതിൻ്റെ എനർജിയെ നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. 0 ആയിട്ട് അസ്യൂം ചെയ്യാണ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രോണിന്റെ എനർജി. അപ്പൊ നമുക്ക് ആ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ആകുമ്പോൾ നമുക്ക് അതിനെ പറയാം n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെന്ന്. ഇവിടെ 1 2 3 അങ്ങനെ ഇൻഫിനിറ്റ് ലെവലാണ്. അപ്പൊ n ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അവിടുത്തെ എനർജി എത്ര എടുക്കുക? നമ്മൾ 0 ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെ ആ ലെവലിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ അട്രാക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും.
അപ്പോൾ സീറോന്ന് എനർജി റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, നെഗറ്റീവായി മാറി. അങ്ങനെ വന്ന് ഇതൻ ഏറ്റവും അടുത്തേക്ക് എത്തുമ്പോഴേക്ക് മാക്സിമം നെഗറ്റീവ് എനർജി ആയിട്ട് മാറും. അത്രയേ ഉള്ളത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇലക്ട്രോൺസിന്റെ നെഗറ്റീവ് എനർജിയുടെ മീനിങ്. എന്താ പറഞ്ഞാൽ എന്താണ്, when the electron is free from the influence of nucleus, its energy is taken as zero. Then in this situation electron is at the orbit n equal to ഏതാണ്, infinity. When the electron is attracted by the nucleus and is present in an orbit n, the energy is emitted and energy is എന്താണ്, lowered. എനർജി കുറയും. അപ്പോൾ that is the reason for presence of negative sign in the equation. അങ്ങനെയാണെങ്കിൽ ഓർബിറ്റ് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്തോറും മോർ ആൻഡ് മോർ നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് എനർജി. ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസിന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ എന്ത് കൊടുക്കുന്നു, സീറോ എന്ന് കൊടുക്കുന്നു. പിന്നെ ഇലക്ട്രോൺ അടുത്തേക്ക് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോണിന്റെ എനർജി എന്തായിട്ട് എടുക്കുന്നു, സീറോ ആയിട്ട്, നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നു. അത്രയല്ലേ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇനി ഇതേപോലെ നമ്മൾ ഹൈഡ്രജൻ ബോർ ആറ്റം മോഡലിന്റെ ചില മെറിറ്റും കൂടി ഉണ്ട്, ചില കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. ഒന്നാമത് നോക്ക്, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ഉണ്ട്. ആരാ ഈ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം ഹീലിയത്തിന് 2 ഇലക്ട്രോൺ ഉണ്ട്, പക്ഷെ ഹീലിയം പ്ലസിന് എത്ര ഇലക്ട്രോൺ ആണ്, 1 ഇലക്ട്രോൺ. ഇത് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്, 1 ഇലക്ട്രോൺ ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലിഥിയത്തിന് 3 ഇലക്ട്രോൺ, 2 പ്ലസ് കൊടുത്താലോ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ബെർലിയത്തിന് നിങ്ങൾക്കറിയാം 4 ഇലക്ട്രോൺ, 3 പ്ലസ് കൊടുത്താലോ ദെൻ ഇതേപോലെ 1 ഇലക്ട്രോൺ ആയില്ലേ. ഓക്കെ, അപ്പൊ ഇത് നോക്കിയേക്ക്, ഇതൊക്കെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. അവർക്കും നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഏത് ഇക്വേഷന്, എനർജിക്കുള്ള അതേപോലെ റേഡിയസിനുള്ള ഇക്വേഷൻ. എന്താ എനർജിക്കുള്ള ഇക്വേഷൻ, En ഈക്വൽ ടു -2. എങ്ങനെ ഇക്വേഷൻ എങ്ങനെയാണ്, -2.18 × 10⁻⁻18 Z²/n², ഇത്രയും ജൂൾ. Z² എന്താണ്, അറ്റോമിക് നമ്പർ. ഹീലിയത്തിന് 2, ലിഥിയത്തിന് 3, ബെർലിയത്തിന് 4. മനസ്സിലാവുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ Rn ഈക്വൽ ടു എന്താണ്, 52.9 പൈക്കോമീറ്റർ ഇൻറ്റു പിന്നെന്താണ് n²/z. n² എന്ന് പറഞ്ഞാൽ ഓർബിറ്റിന്റെ 1, 2, 3. Z എന്താണ്, അറ്റോമിക് നമ്പർ. ദെൻ അപ്പോൾ ഓർത്ത് വെക്കണേ, En ഈക്വൽ ടു -2.18 × 10⁻⁻18 Z²/n² ആണെങ്കിൽ റേഡിയസിന് A0 × n²/z. ക്ലിയർ അല്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ എനർജിയും അതേപോലെ ഇലക്ട്രോണിന്റെ എനർജി, ഓർബിറ്റ്സിന്റെ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, അതേപോലെ റേഡിയസ് ഓഫ് ഓർബിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ആർക്കത് ഉപയോഗിക്കാൻ പറ്റുക, ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അടുത്തൊരു പോയിന്റ് ആണ്, it is also possible to calculate velocities of electron moving in this orbit. ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ചിട്ട്. ദെൻ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, എന്നാലും നമുക്കൊന്ന് എഴുതാം. Vn ഈക്വൽ ടു V0 × Z/n ആണ്. Z അറ്റോമിക് നമ്പർ, n നമ്പർ ഏതാ, ഓർബിറ്റ് എന്നുള്ളതിന് 1, 2, 3 എക്സെട്ര. ഈ V0 ഈക്വൽ ടു 2.188 then into 10⁻⁸ cm/s ആണ്. 2.188 × 10⁻⁸ cm/s. അപ്പൊ ഇതാണ് then ഓക്കെ V0. അപ്പോൾ Vn ഈക്വൽ ടു V0 × Z/n. ഇതും നമ്മളെ ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ് ആണ്. ക്ലിയർ അല്ലേ ഈ പറയുന്നത്? ദെൻ താഴെ നോക്കിയേക്ക്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പോസിറ്റീവ് ചാർജ് ഓൺ ദി ന്യൂക്ലിയസ്. അതായത് Z കൂടുമ്പോൾ പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോൾ ദെൻ ഓക്കെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ ഇലക്ട്രോണിന്റെ സ്പീഡ് കൂടും. ദെൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ആ ഷെല്ലിന്റെ വാല്യൂ 1, 2, 3 കൂടുന്തോറും അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും, കുറയും. ഇത്രല്ലേ ഉള്ളൂ. അപ്പൊ ഇതും കൂടി അതിൽ പഠിക്കേണ്ട കാര്യം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, റേഡിയസ് കാണാന്, എനർജി കാണാന്, വെലോസിറ്റി കാണാന്, ഹൈഡ്രജനും അതേപോലെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനും നമുക്ക് ഓരോ ഇക്വേഷൻസ് കിട്ടി. ഇതൊക്കെ ചോദിക്കുന്നതാണ്. ദെൻ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിനേഷനും അതേപോലെ എൻട്രൻസ് എക്സാമിനേഷനും ഒക്കെ ചോദിക്കുന്നതാണത്. ശ്രദ്ധിച്ചേക്കത്. നോക്കൂ, നമ്മൾ ബോർ ആറ്റം മോഡൽ പറഞ്ഞിരുന്നു, തുടക്കത്തിലേ പറഞ്ഞിരുന്നു. റുദർഫോർഡ് ആറ്റം മോഡലിന്റെ ഡീമെറിറ്റ്സ് ഈ ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് നമുക്ക് ഒഴിവാക്കാം. എന്തൊക്കെയാണ് ബോർ ആറ്റം മോഡലിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞു. ദെൻ ഒന്നാമത് ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. എന്തായിരിക്കും അതിൻ്റെ കാര്യം? നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇലക്ട്രോണ് ഒരു ഫിക്സഡ് ഓർബിറ്റിൽ കറങ്ങുമ്പോൾ എനർജിയിൽ ലോസും ഇല്ല, ഗെയിനും ഇല്ല.
അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ റുദർഫോർഡ് ആറ്റമോളുടെ ഡ്രോബാക്സ് എന്തായിരുന്നു? ആ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ ദെൻ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ റേഡിയസ് കുറഞ്ഞിട്ട് അവസാനം ന്യൂക്ലിയസിലേക്ക് എത്തും ഇലക്ട്രോൺ. അപ്പോൾ സ്റ്റെബിലിറ്റി ഇല്ല. അത് അങ്ങനെ ഒരു പ്രശ്നം ബോർ ആറ്റം മോഡലിൽ ഇല്ല. കാരണം എന്താണ്? ഇലക്ട്രോൺ ദെൻ ഒരു ഓർബിറ്റിൽ കറങ്ങുമ്പോൾ എനർജിയിൽ ലോസും ഇല്ല ഗെയിനും ഇല്ല എന്നല്ലേ പറഞ്ഞത്. അത് വെച്ചിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത്തെ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ്. എങ്ങനെ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ന്യൂക്ലിയസ്, അതിന് ചുറ്റും ദെൻ ഓർബിറ്റ്സ് ഉണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഓർബിറ്റ്സ് ഇത് n=1 2 3 4 ഇനി 5 ഉണ്ട് 6 ഒക്കെ ഉണ്ട്. ദെൻ ഇതേപോലെ ഓർബിറ്റ്സ് ഉണ്ട്. ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ദെൻ ഇലക്ട്രോൺ ഇവിടെയാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എനർജി കുറവുള്ളപ്പോൾ. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടൊക്കെ ജമ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഓക്കെ, ആ ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ ദെൻ തേർഡ് എനർജി ലെവലിൽ നിന്ന് ഫസ്റ്റ് എനർജി ലെവലിലേക്ക് വരുമ്പോൾ ദെൻ അതിൻ്റെ എക്സ്ട്രാ എനർജി റേഡിയേഷൻ്റെ രൂപത്തിൽ വിട്ടുകൊടുക്കും. അതാണ് നമ്മൾ ലൈമാൻ സീരീസ് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഫോർത്ത് നിന്ന് സെക്കൻഡിലേക്കാണ് വന്നതെങ്കിലോ ആദ്യം, അല്ലെങ്കിൽ തേർഡ് നിന്ന് സെക്കൻഡിലേക്കാണ് വന്നതെങ്കിലോ, അല്ലെങ്കിൽ ഫിഫ്ത്ത് നിന്ന് സെക്കൻഡിലേക്കാണ് വന്നതെങ്കിലോ അതേതായിരിക്കും? ബാമർ സീരീസ് ആയിരിക്കും. ബാമർ സീരീസ് സെക്കൻഡ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അത് ലൈമാൻ സീരീസും തരുന്നു. അപ്പൊ നമ്മൾ കുറേ ലൈൻസ് വരാൻ കാരണം എന്താണ്? ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലിഥിയം ആറ്റംസ് ഉണ്ടാവും, ഒരുപാട് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ഹൈഡ്രജൻ മോളിക്യൂൾ ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇതിനെ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ലെവൽസിലേക്കാണ് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തിട്ടുണ്ടാവുക. വെൻ ഇറ്റ് കം ബാക്ക് ടു ലോവർ എനർജി ലെവൽ അത് ഒരേ ലെവലിൽ തന്നെ ഒരേപോലെ ആയിക്കോളുന്നില്ല, ഡിഫറെന്റ് മെത്തേഡിലായിരിക്കും താഴേക്ക് വരുന്നത്. അപ്പൊ ഡിഫറെന്റ് ലൈൻസ് കിട്ടും. ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെന്റ് ലൈൻസ് കിട്ടും. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് ബോർ ആറ്റം മോഡൽ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ. അതേപോലെ നോക്കിയേക്ക്, അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തൊരു ഇക്വേഷൻ ഉണ്ട്. അതെങ്ങനെ അതിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ പഠിച്ചിരുന്നു. nu bar equal to then Rydberg's equation, nu bar equal to 109,677 into 1 by n1 square minus 1 by n2 square. ഈ ഇക്വേഷൻ നമ്മളെ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ എത്തുക എന്നുള്ളത് നോക്കിക്കോ. അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം, റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ഇഫ് ഇലക്ട്രോൺ മൂവ്സ് ഫ്രം ലോവർ എനർജി ലെവൽ ടു then higher energy level and radiation is emitted if electron moves from higher orbit to എന്താണ് lower orbit. അത്രല്ലേ ഉള്ളൂ. ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. ദെൻ ഹയർ ലെവലിൽ നിന്ന് താഴെ ലെവലിലേക്ക് വരുമ്പോൾ എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. എന്നിട്ട് അപ്പൊ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇ ഫൈനൽ മൈനസ് ഇ ഇനീഷ്യൽ. അത്രേ ഉള്ളൂ. ഇ ഫൈനൽ മൈനസ് ഇ ഇനീഷ്യൽ. ദെൻ ഇ ഫൈനൽ മൈനസ് ഇ ഇനീഷ്യൽ അത്രേ വരുന്നുള്ളൂ. അപ്പൊ നോക്കിയേക്ക് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ എന്താ നിങ്ങൾ നോക്കിയേക്ക്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഈ ഫൈനലിന് എന്തായിരുന്നു? മൈനസ് ആർ എച്ച് ഇൻറ്റു മൈനസ് ആർ എച്ച് ഇൻറ്റു 1 by n1 സ്ക്വയർ 1 by n സ്ക്വയർ. അത് ഫൈനൽ മൈനസ് ഇനി മൈനസ് ആർ എച്ച് ഇൻറ്റു എൻ ഇനീഷ്യൽ സ്ക്വയർ. ഇക്വേഷൻ ഇങ്ങനല്ലേ കിട്ടിയത്? മൈനസ് മൈനസും പ്ലസ് ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ആർ എച്ച് ഇൻറ്റു 1 by n ഐ സ്ക്വയർ മൈനസ് 1 by n എഫ് സ്ക്വയർ. ഇങ്ങനല്ലേ ഇക്വേഷൻ കിട്ടാം. ഓക്കെ, ദെൻ ഇനി എന്തായിരുന്നു ഈ ആർ എച്ചിന്റെ വാല്യൂ? എന്തായിരുന്നു? 2.18 into 10 raised to minus 18 into 1 by n i square minus 1 by n f square ഫൈനലിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇക്വേഷൻ എന്താ കൊടുത്താൽ എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ്? ഡെൽറ്റ ഇ ബൈ എച്ച്. എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഇക്വേഷൻ നോക്കൂ. ഡെൽറ്റ ഇ ബൈ എച്ച് എന്നിട്ട് എന്താ ചെയ്തത്? എന്താണ്? ദെൻ ഡെൽറ്റ ഇ ന്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ദെൻ അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? 2.18 into 10 raised to minus 18 ഡിവൈഡഡ് ബൈ എന്താണ്? 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് into 1 by n i square minus 1 by n s square. നിങ്ങൾ നോക്കൂ അങ്ങോട്ട്. ഇനി അത് ചെയ്തപ്പോൾ 3.29 into 10 raised to 15 ഇക്വേഷൻ അങ്ങനെ കിട്ടി. ഹെർട്സിൽ ന്യൂ ആണ്. ഇനി ഇൻ ടേംസ് ഓഫ് വേവ് നമ്പർ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ റിഡ്ബേഴ്സ് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ന്യൂ ബാർ ഈക്വൽ ടു എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു 1 by ലാംഡ അല്ലെങ്കിൽ ന്യൂ ബൈ സി. ന്യൂ ബാർ ഈക്വൽ ടു 1 by ലാംഡ എന്നാ പഠിച്ചിരുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ സി ന്യൂ സി ഈക്വൽ ടു നമ്മൾ എന്താ പഠിച്ചത്? എന്താണ്? ന്യൂ സി ഈക്വൽ ടു സി ബൈ ലാംഡ ഓർ ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ. അപ്പൊ നമ്മൾ 1 by സി ബൈ ന്യൂ എന്ന് കൊടുക്കുമ്പോൾ ന്യൂ ബൈ സി അങ്ങനല്ലേ കിട്ടിയത്? ന്യൂ ബാർ ഈക്വൽ ടു ന്യൂ ബൈ സി അല്ലെ? അങ്ങനെ തന്നെ അല്ല. ഇതിവിടെ നോക്കൂ. ഇത് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത്. അപ്പൊ ന്യൂ ബാർ ഈക്വൽ ടു എന്താ കൊടുക്കുക? 1 by സി ബൈ ന്യൂ ഓർ ന്യൂ ബാർ ഈക്വൽ ടു നോക്കണേ. ന്യൂ ബാർ ഈക്വൽ ടു എന്താ കിട്ടുക? ന്യൂ ബൈ സി
അതാണ് അവിടെ കൊടുത്ത് ന്യൂ ബൈ സി എന്നുള്ളത്. ഓ ദാറ്റ് ഈസ് ഈക്വൽ ടു RH ഡിവൈഡഡ് ബൈ എന്താണ് HC. ആ H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടായിരുന്നു. ദെൻ ഇൻറ്റു 1/ni² മൈനസ് 1/nf². എന്നിട്ട് ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ RH/h 3.29 ഇൻറ്റു 10⁻15 കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1/ni² മൈനസ് 1/nf². ഇത് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? 1.09677 ഇൻറ്റു 10⁻7 1/ni² മൈനസ് 1/nf². നോട്ട്ബുക്കിലേക്ക് നിങ്ങളൊന്ന് എഴുതണേ. അത്രയും മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അത് നമുക്ക് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 109,677 എന്നാ കിട്ടുക. ഇത് മീറ്റർ ഇൻവേഴ്സിലേക്ക്. മീറ്റർ ഇൻവേഴ്സിന് സെന്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 109,677 ഇൻറ്റു 1/ni² മൈനസ് 1/nf². എന്നിട്ട് നോക്കിയേക്കും അവിടെ ഇഫ് NF ഗ്രേറ്റർ ദാൻ NI. എന്താ NF എന്ന് പറഞ്ഞാൽ എന്താ? NF എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ ഫൈനൽ ലെവൽ മൈനസ് ഇനീഷ്യൽ ലെവൽ എന്നുള്ളതിൽ ആ NF ഗ്രേറ്റർ ദാൻ NI ആണെങ്കിൽ, അതായത് NF എന്നുള്ളത് ഇപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇത് ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തത്. ഇപ്പോൾ NF ആണ് ഇത് ഫൈനൽ, ഇത് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആകുമ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? ഈ എനർജി അബ്സോർബ് ചെയ്യണം. എങ്ങനെ കിട്ടുക? ദെൻ NF ഗ്രേറ്റർ ദാൻ NI ആണെങ്കിൽ എനർജി ഈസ് അബ്സോർബ്ഡ്. അത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്. കാരണം 1/ni² മൈനസ് 1/ എന്താണ് NF². അപ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ല 1/ni ഇനീഷ്യൽ ചെറുതും ഫൈനൽ വലുതും ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ എന്താ വരിക? അപ്പോൾ ഇതിൽ പോസിറ്റീവ് വാല്യൂ കിട്ടി എനർജി അബ്സോർബ് ചെയ്യും. നേരെ മറിച്ച് NI ഗ്രേറ്റർ ദാൻ NF ആണെങ്കിൽ, NI ഇവിടുന്ന് നാലാമത്തെ ലെവലിൽ നിന്ന്, ഇതാണ് ഇനീഷ്യൽ, ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ ദെൻ എനർജി എന്ത് ചെയ്യും? NI ഗ്രേറ്റർ ദാൻ NF ആണെങ്കിൽ എന്താ സംഭവിക്കാം? ദെൻ NI ഗ്രേറ്റർ ദാൻ, അപ്പോൾ അവിടെ 1/ni² മൈനസ് NI ആണ് വലുത്, NF ചെറുതുമാണ്. അപ്പോൾ 1/ni എന്നുള്ള വേണമെങ്കിൽ നോക്കാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ കിട്ടിയത് ന്യൂ ബാർ ഈക്വൽ ടു 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ 1/ni² മൈനസ് 1/nf². ഇതിപ്പോൾ 109,677 സെന്റിമീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു ദെൻ ഇതിപ്പോൾ 4² ആണ്, ഇത് 1² ആണ്, ഇങ്ങനെയാണ് വിചാരിക്കുക. ദെൻ NI ഗ്രേറ്ററും NF സ്മോളറും ആണെങ്കിൽ ദെൻ 1/16 ചെറിയ വാല്യൂ ആണ്, 1/1. ദെൻ ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചതാണ്? ഇത് 1ഉം കിട്ടും. അപ്പോൾ ചെറിയ വാല്യൂ എന്നത് മൈനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാല്യൂ മൈനസ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം ഇത് നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പം നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനർജി റിലീസ് ചെയ്യാണ് എന്ന്. നേരത്തെ ആദ്യം പറഞ്ഞ എന്താണ്? NI ദെൻ ഓക്കെ ചെറുതും NF വലുതുമാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 1/1² ഇത് സെക്കൻഡ് ആണെങ്കിൽ 2² ആണെങ്കിൽ അപ്പോൾ എന്താണ്? 1 മൈനസ് ദെൻ 1/4 ചെറിയ വാല്യൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് പോസിറ്റീവ് ആണ്. അതിൻ്റെ അർത്ഥം അതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യാണെന്നുള്ള അബ്സോർപ്ഷൻ സ്പെക്ട്രം ഉണ്ട്, എമിഷൻ സ്പെക്ട്രം ഉണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നോക്കിയേക്ക്, ഇത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ്, ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ്. എങ്ങനെ നമ്മൾ പറഞ്ഞത്? ബോർ ആറ്റം മോഡലിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറ്റി. ഇതൊരിക്കലെങ്ങാനും ബോർഡ് എക്സാമിനേഷന് വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈച്ച് സ്പെക്ട്രൽ ലൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് പർട്ടിക്കുലർ ട്രാൻസിഷൻ ഇൻ ഹൈഡ്രജൻ ആറ്റം. ഞാൻ പറഞ്ഞില്ലേ, ദെൻ 4th നിന്ന് 2ലേക്കോ 3 നിന്ന് 1ലേക്കോ ഒക്കെ വരുന്ന ഓരോന്നും ഓരോരോ സ്പെക്ട്രൽ ലൈനും ഓരോ ട്രാൻസിഷനാണ്. പിന്നെ ഇന്റൻസിറ്റി ഓഫ് സ്പെക്ട്രൽ ലൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഓഫ് സെയിം വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്. അതിന്റെ ഇന്റൻസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അങ്ങനത്തെ എത്ര ട്രാൻസിഷൻ നടക്കുന്നുണ്ട്, ഓരോ ട്രാൻസിഷനും ഓരോ ഫോട്ടോൺ ആണ്. അപ്പോൾ എത്ര ട്രാൻസിഷൻ നടന്നോ അതിനനുസരിച്ച് ഇന്റൻസിറ്റി ദെൻ ഓക്കെ ആ ലൈനിന്റെ ഇന്റൻസിറ്റി കൂടും എന്നുള്ളത് ക്ലിയർ ആയോ? അപ്പോൾ ഹൈഡ്രജൻ ബോർ ആറ്റം മോളിന്റെ മെറിസ് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. രണ്ടാമത്തെ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ക്ലിയർ അല്ലേ ആ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും. What are the frequency and wavelength of photon emitted during a transition from n equal to 5th state to n equal to 2 in the hydrogen spectrum? എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദി ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ഓഫ് ഫോട്ടോൺ എമിറ്റഡ് ഡ്യൂറിങ് എ ട്രാൻസിഷൻ ഫ്രം n equal to 5 to n equal to 2 then state in the hydrogen spectrum. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 5th നിന്ന് 2ലേക്കാണ് ഇലക്ട്രോൺ വരുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? പറ നോക്കൂ. ഫ്രീക്വൻസിയും ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആണ്. n equal to 5 n equal to 2. ഇവിടെ നമുക്ക് ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് ഡെൽറ്റ ഈസ് ഈക്വൽ ടു
2.18 into 10 raised to minus 18 into 1 by ni square minus 1 by nf square equation. 2.18 into 10 raised to minus 18 into 1 by 5 square minus 1 by ഏതാണ് സെക്കൻഡിലേക്ക് 2 സ്ക്വയർ 1 by 5 എന്ന് പറഞ്ഞാൽ അത്ര 1 by 5 സ്ക്വയർ 25 4 സ്ക്വയർ 2 സ്ക്വയർ 4. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എന്താ കിട്ടുക? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. ശ്രദ്ധിക്കുക, ഇങ്ങനെ കിട്ടും 4.58 into 10 raised to minus 19 ജൂൾ എന്ന് കിട്ടും. ഇത്രയാണ് കിട്ടുക എനർജി, ഇത്രയും ജൂൾ. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും ആണ്. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഡെൽറ്റ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ നമുക്ക് ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇ എത്രയാണ്? -4. ഈ മൈനസ് ആക്ച്വലി എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? എനർജി റിലീസ് ചെയ്യാണ്. ഫിഫ്ത്ത് സെക്കൻഡിലേക്ക് വരുമ്പോൾ എനർജി റിലീസ് ചെയ്യല്ല, അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മൈനസ് ഇനി എടുക്കണമെന്നില്ല. 4.58 into 10 raised to minus 19 divided by h 6.626 into 10 raised to minus 34. ഈ കിട്ടിയതായിരിക്കും ഫ്രീക്വൻസി എന്ന് കിട്ടും. ഫ്രീക്വൻസി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പോരെ. അത്രയും യൂണിറ്റ് എന്തായിരിക്കും? അത്രയും മീറ്റർ ഹെർട്സ് ആയിരിക്കും. ഹെർട്സ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്ന വാല്യൂ ഇങ്ങനെ ആയിരിക്കും. 6.91 into 10 raised to 14 ഹെർട്സ് എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അത് മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ശ്രദ്ധിക്കേണ്ട ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചേക്കിട്ടാ. എനർജി അബ്സോർബ് ചെയ്യുമ്പോൾ ശരിക്കും കെമിസ്ട്രിയിൽ പറയാം കിട്ടുന്നതൊക്കെ പോസിറ്റീവും കൊടുക്കുന്നതൊക്കെ നെഗറ്റീവാണ്. അപ്പൊ ഫിഫ്ത്ത് സെക്കൻഡിലേക്ക് വരുമ്പോൾ എനർജി റിലീസാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ നെഗറ്റീവ്. നേരെ മറിച്ച് സെക്കൻഡിൽ നിന്ന് ഫിഫ്ത്തിലേക്കാണെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യും, പോസിറ്റീവ്. ഇനി ഇവിടെ ഫ്രീക്വൻസി കിട്ടി. ഇനി എന്താണ്? വേവ് ലെങ്ത് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. എങ്ങനെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ ആണ്, ഓർ ലാംഡ ഈക്വൽ ടു സി ബൈ ന്യൂ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളോ. എത്ര സിയുടെ വാല്യൂ? 3 into 10 raised to 8 meter per second. ന്യൂ എത്രയാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി പറയാം. അതെന്താണ് ആ മെത്തേഡ്? നോക്കൂ, അത് ചെയ്ത് നോക്കൂ. നിങ്ങൾ ശരിയാവോ നോക്കല്ല. നമ്മൾ ഇപ്പൊ ഈ ചെയ്ത ഇക്വേഷന് പകരം ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 1 by ലാംഡ ഈക്വൽ ടു 109,677 into 1 by n1 സ്ക്വയർ മൈനസ് 1 by n2 സ്ക്വയർ. നിങ്ങളിതിൽ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇത്രയേ ഉള്ളൂ. n1 ഈക്വൽ ടു എത്രയാണ്? ലോവസ്റ്റ് വാല്യൂ 2, ഇത് 5. അങ്ങനെയാണ് നമ്മൾ ഐട്രൻ സ്പെക്ട്രത്തിൽ കൊടുക്കുന്നത്. ദെൻ ഐട്രൻ സ്പെക്ട്രത്തിന്റെ ഡെറിവേറ്റീവ് ഇക്വേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഡ കിട്ടും. കിട്ടുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇത് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് ഇവിടെ, അപ്പൊ ലാംഡ സെന്റിമീറ്ററിലാണ്. താഴെ ചെയ്യുമ്പോൾ നേരത്തെ മെത്തേഡിൽ സെന്റിമീറ്റർ ആണ്. ഒക്കെ ഒരേ വാല്യൂ കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അത് ഇവിടുന്ന് ലാംഡ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മെത്തേഡും കൂടി നിങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് HE പ്ലസ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്? പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ആട്ടോ. നേരത്തെ ക്വസ്റ്റ്യനും ചോദിക്കലുണ്ട്, ഇതും ചോദിക്കലുണ്ട്. ദെൻ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് Li2+ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ദെൻ HE പ്ലസ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ്. En ഈക്വൽ ടു -2.18 into 10 raised to minus 18 into Z square by n square ആണ്. -2.18 into 10 raised to minus 18. Z ഹീലിയത്തിന് 2 ആണ്. 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏത് ഓർബിറ്റിന്റെ ആണ്? ഫസ്റ്റ് ഓർബിറ്റിന്റെ അല്ലേ പറഞ്ഞത്. സോ 1 സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത്ര ഉണ്ടാവുക? 4 into 30, then 4 into 18 32. then ഇനി 4 into 1 4, അപ്പോൾ 7 ഉണ്ടാവും. പിന്നെ 4 into then -8.72 into 10 raised to minus 18 ജൂൾ എന്ന് കിട്ടും. ജൂൾ. ഓക്കെ, ഇനി അടുത്തത് Rn ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞത്? A0 into n സ്ക്വയർ ബൈ Z ആണ്. സോ A0 52.9 പൈക്കോമീറ്റർ ഇൻറ്റു n സ്ക്വയർ എത്രയാണ്? 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സെക്കൻഡ്. ദെൻ 2 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ എന്താണല്ലോ ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 2 then 6.45. ഇത്രയും പൈക്കോമീറ്റർ, 26.45 പൈക്കോമീറ്റർ. ചെയ്തുകൂടെ അത്? ദെൻ ലിഥിയം ആണെങ്കിൽ നമ്മൾ എന്ത്? ലിഥിയം 2+ ആണെങ്കിൽ ഇതിന് 3 സ്ക്വയർ എന്ന് കൊടുക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. ചെയ്ത് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ, അടുത്തത്
ഇതിൻ്റെ ലിമിറ്റേഷനും കൂടി അങ്ങ് പറഞ്ഞു തീർക്കാം നമുക്ക്. എന്താണ് ഹൈഡ്രജൻ ബോർ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്ന് ഒന്ന് വായിച്ചു നോക്കൂ. ബോർ ആറ്റം മോഡൽ ശരിക്കും എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ശരിക്കും റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡീമെറിറ്റ്സ് ആണ് നമ്മൾ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ്. പക്ഷേ ഇതിനും കുറേ ഡീമെറിറ്റ്സുകൾ ഉണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ശരിക്കും ഹൈഡ്രജൻ കുറച്ചും കൂടി പവർ കൂടിയ സ്പെക്ട്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ വീണ്ടും ലൈൻസ് സ്പ്ലിറ്റ് ആയത് കാണാൻ പറ്റും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ ബോർ ആറ്റം മോഡലിന് സാധിക്കൂല. രണ്ടാമത്തെ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ദെൻ 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ, അതിലപ്പുറത്തേക്ക് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. അടുത്ത്, ഇറ്റ് വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ദെൻ ഈ സ്പെക്ട്രം ദെൻ കുറച്ചും കൂടി നമ്മൾ നോക്കുമ്പോൾ അന്നേരം കുറച്ചുകൂടി സ്പ്ലിറ്റിംഗ് ഉണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് വയ്യ. എന്താ നോക്കും? ഇറ്റ് വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതിന് പേര് കൊടുത്ത എന്താണ്? സ്റ്റാർക്ക് ഇഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിലോ സീമൻ ഇഫക്റ്റ്. ഈ MA ഓർത്തേക്ക് മാഗ്നറ്റിക് ഫീൽഡില് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ആണ്. നേരെ മറിച്ച് ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ സ്റ്റാർക്ക് ഇഫക്റ്റ് ചോദിക്കലുണ്ട് കേട്ടോ. അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അടുത്ത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട് വെച്ചിട്ട് ആറ്റം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾ ഉണ്ടാവുന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് ഡിഫിക്കൽട്ടാണ്. അടുത്ത്, ഇറ്റ് കുഡ് നോട്ട് കൺസിഡർ ദ വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ബൈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി, അതേപോലെ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ അടുത്ത് വരുന്നൊരു കാര്യമാണത്, അടുത്ത് പഠിക്കാനുള്ളതാണ്. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, അതേപോലെ അതിൽ മാറ്ററിന് ഇപ്പൊ ഇലക്ട്രോണിനൊക്കെ വേവ് നേച്ചർ ഉണ്ട് എന്ന് പറയും. അത് ആര് കൺസിഡർ ചെയ്തിട്ടില്ല. അതേപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്, അത് ആരും കൺസിഡർ ചെയ്തിട്ടില്ല. ഈ ബോർ ആറ്റം മോഡൽ കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പൊ എന്തൊക്കെയാ ഡീമെറിറ്റ്സ് പറ? മെറിറ്റിൽ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം, ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി. രണ്ടാമത്തും ഡീമെറിറ്റ്സിൽ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. രണ്ടാമത് എന്താ പറഞ്ഞത്? ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഇനി അടുത്ത്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സീമൻ ഇഫക്റ്റ് ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ദെൻ അതേതായിരുന്നു സ്റ്റാർക്ക് ഇഫക്റ്റ്. അടുത്ത്, ഇറ്റ് ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് കെമിക്കൽ ബോണ്ടിങ്, ദാറ്റ് ഇസ് ദെൻ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട്. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പൊ ഇതാണ് ബോർ ആറ്റം മോഡൽ എന്നുള്ളത്. നമ്മൾ ബോർ ആറ്റം മോഡൽ കുറച്ച് ഈ ക്ലാസ് ലെങ്ത് കൂടിപ്പോയി. അതിൽ ആ ബോറിൻ്റെ ആറ്റം മോഡലും അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതിൻ്റെ പ്രോബ്ലം നമ്മൾ ഒരു ക്ലാസ് തന്നെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒന്നും കൂടി കണ്ടു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേസ് എന്തൊക്കെയാണെന്നുള്ളത് കാണാതെ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. രണ്ടാമത്തത് ദെൻ അത് വെച്ചിട്ട് എങ്ങനെ ഹൈഡ്രജൻ സ്പെക്ട്രം അതേപോലെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ ബോർ ആറ്റം മോഡലിൻ്റെ അത് വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് ചില പ്രോബ്ലംസ്. ദെൻ അതേപോലെ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ് ഡീമെറിറ്റ്സ് നന്നായിട്ട് പഠിച്ചേക്ക്. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.